മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ബാറിലാണെങ്കിൽ കുറച്ചു പേർ ചേർന്ന് ഡ്രിങ്ക്സ് അടിച്ച് പാട്ടും ഡാൻസുമായി വളരെയധികം എൻജോയ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇവിടേക്ക് ജോർജ് എന്ന് പറയുന്ന ഒരാൾ വരികയുണ്ടായി. അവനും ഡ്രിങ്ക്സ് അടിച്ചിട്ട് അവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ തൊട്ടു. ഈ പെണ്ണിന്റെ കൂടെ കുറച്ച് ആമ്പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് അവന്മാർ വെറുതെ ഇരിക്കുമോ? അവന്മാരെല്ലാം അങ്ങോട്ട് ചേർന്ന് ജോർജിനെ അടിച്ചിട്ട് അവിടെ നിന്ന് പുറത്താക്കി. ജോർജ് അവിടെ നിന്ന് പോയെങ്കിലും അവന്റെ മനസ്സിൽ മുഴുവൻ അവരോടുള്ള ദേഷ്യമാണ്. സോ അവൻ വണ്ടി നേരെ തിരിച്ച് ബാറിൽ വന്നിട്ട് ആ കൂട്ടത്തിലുള്ള ഒരു പയ്യന്റെ തലയിൽ ബോട്ടിൽ വെച്ചടിച്ചു. എന്നിട്ട് ഒരു പുഞ്ചിരിയോട് കൂടി അവൻ നേരെ അവന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നു. അങ്ങനെ ഫ്ലാറ്റിന്റെ സ്റ്റെയർ കയറി വരുമ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വഴക്കിടുന്നത് കേട്ട് ജോർജ് തുറന്നു കടന്ന വാതിലൂടെ നോക്കുമ്പോൾ ഇവനെ കണ്ടതും ആ ഹസ്ബൻഡ് ജോർജിന് നേരെ ഷൗട്ട് ചെയ്തിട്ട് ഡോർ വലിച്ചടച്ചു. ജോർജ് അങ്ങനെ അവന്റെ റൂമിൽ വന്നപ്പോഴും അവരുടെ ബഹളം കേട്ട് ദേഷ്യം വന്ന അവനാണെങ്കിൽ ഒരു കത്തിയും എടുത്ത് ആ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ റൂമിൽ ചെല്ലുന്നു. അവിടെ അപ്പോൾ വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കത്തി വെച്ച് വൈഫിന്റെ കഴുത്ത് മുറിക്കുന്നു. ഈ സീൻ അവിടെ കട്ടാക്കുകയാണ്. അടുത്തതായി കാണിക്കുന്നത് ഒരു റോഡ് സൈഡ് ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. പോലീസ്, മീഡിയ, ഫോറൻസിക് ടീം ഇവരെല്ലാവരും സംഭവ സ്ഥലത്തെത്തിച്ചേർന്നിട്ട് എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യുകയാണ്. ഇതിനിടയിൽ ഈ ബോഡി ആദ്യം കണ്ട ആളിനോട് പോലീസ് സംഭവം ചോദിച്ചറിയുന്നു. അപ്പോൾ അയാൾ പറയുന്നത്, ഞാൻ ഒരു കോഫി വിൽപ്പനക്കാരനാണ്. ഞാൻ കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ രണ്ടുപേർ ചേർന്ന് എന്തോ വണ്ടിയിൽ നിന്ന് എടുത്ത് കളയുന്നതായി ഞാൻ ദൂരെ നിന്ന് കണ്ടു. അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് ഡെഡ് ബോഡിയാണെന്ന് മനസ്സിലാകുന്നത്. അവരെ കണ്ടാൽ തിരിച്ചറിയാമോ എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോൾ ദൂരെ നിന്ന് കണ്ടതുകൊണ്ട് അവരുടെ മുഖം വ്യക്തമായില്ലെന്ന് അയാൾ മറുപടി നൽകി. അതേസമയം ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സാജൻ എന്ന് പറയുന്ന ഒരു ഓഫീസർ സംഭവ സ്ഥലത്തെത്തിയിട്ട് ബോഡി ഐഡന്റിഫൈ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ മരിച്ചയാളുടെ ഐഡന്റി കാർഡ് കാണിച്ചിട്ട് ഇയാളുടെ വൈഫിനെ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് ഒരു പോലീസ് ഓഫീസർ മറുപടി നൽകി. ശേഷം പോലീസ് ID കാർഡിലെ അഡ്രസ്സ് വെച്ച് ഫ്ലാറ്റിലെത്തി കോളിംഗ് ബെല്ലടിക്കുന്നു. എന്നാൽ ഡോർ തുറക്കാത്തതിനാൽ പോലീസ് ഡോർ തുറന്ന് അകത്ത് കയറി നോക്കുമ്പോൾ അവന്റെ വൈഫാണെങ്കിൽ കഴുത്ത് മുറിഞ്ഞ നിലയിൽ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡായ റോബിനും വൈഫായ സ്നേഹിയും ആരിൽ നിന്നോ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. താമസിക്കാതെ സംഭവ സ്ഥലത്ത് ACP എത്തിയിട്ട് ഫോറൻസിക് ടീമിനോട് എവിഡൻസിനെ പറ്റി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇവരുടെ കഴുത്ത് മുറിച്ചിരിക്കുന്നത് ഒരു കിച്ചൺ കത്തി വെച്ചാണ്. ആ കത്തി ഫ്ലോറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ കത്തിയിൽ രക്തക്കറയുണ്ട്. അതുകൂടാതെ ഫ്ലോറിൽ രക്തക്കറ കാണുന്നു. ഇത് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ കൊലയാളിയുടേതാണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല മരിച്ച സ്നേഹിയുടെ കഴുത്തിൽ നഖത്തിന്റെ പാടുണ്ട്. അപ്പോൾ അതും ടെസ്റ്റ് ചെയ്യണമെന്ന് അവർ പറയുമ്പോൾ ACP ഓക്കെ പറഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ സാജനോട് ഇവിടുത്തെ CCTV ഫുട്ടേജ് പരിശോധിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് സാജൻ മറുപടി നൽകി. അപ്പോൾ ACP വീണ്ടും സെക്യൂരിറ്റിയെ വിസ്തരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതിനുശേഷം മരിച്ച കപ്പിൾസിന്റെ നെയ്ബേഴ്സിനെ സാജൻ വിസ്തരിക്കുന്നു. അപ്പോൾ നെയ്ബേഴ്സ് പറയുന്നത്, ഞങ്ങൾ ഇവരുമായി അത്ര അടുപ്പത്തിലായിരുന്നില്ല. മാത്രമല്ല ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കാണ്. അത് കാരണം ഞങ്ങൾ നെയ്ബേഴ്സ് എല്ലാവരുടെ ചേർന്ന് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. നിങ്ങൾക്ക് മരിച്ചവരെ പറ്റി മറ്റൊന്നും അറിയില്ലേ എന്ന് സാജൻ വീണ്ടും ചോദിക്കുമ്പോൾ നെയ്ബേഴ്സായ ഫൈസലിന്റെ വൈഫ് പറയുന്നു, അവരുമായി കൂടുതൽ അടുപ്പം കിരണിനാണ്. കിരണിനോട് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അറിയായിരിക്കുമെന്ന് പറയുമ്പോൾ സാജൻ കിരണിനെ വിസ്തരിക്കുന്നു. അപ്പോൾ കിരൺ പറയുന്നത്, മരിച്ച സ്നേഹ എൻ്റെ കോളേജ് ഫ്രണ്ട് ആയിരുന്നു. കോളേജിന് ശേഷം അവർ ഇവിടെ താമസിക്കാൻ വന്നതിന് ശേഷമാണ് അവളെ പിന്നീട് ഞാൻ കാണുന്നത്. അല്ലാതെ മറ്റൊരടുപ്പും ഞങ്ങൾ തമ്മിലില്ല. അത് കഴിഞ്ഞ സാജൻ നെയ്ബേഴ്സായ മറ്റു 3 പേരെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവർ പറയുന്നത്, തലേന്ന് രാത്രി ഫുഡ് വാങ്ങാനായി പോകുന്നതിനിടെ പരിചയമില്ലാത്ത 2 പേർ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. അതിനു മുമ്പായി വല്ലാതെ പാനിക്കായി സ്നേഹ റൂമിന്റെ ഡോർ അടയ്ക്കുന്നത് കണ്ടുവെന്നും അവർ പറയുന്നു. മാത്രമല്ല ഇവർ ലിഫ്റ്റ് ഇറങ്ങി താഴെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടിയെടുക്കാനായി വരുമ്പോൾ ഒരു വാൻ ഇടിച്ചില്ല എന്ന രീതിയിൽ നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ വാൻ ഡ്രൈവറുമായി വഴികിട്ടതിന് ശേഷമാണ് അവിടെ നിന്ന് പോയതെന്ന് പോലീസിനോട് അവർ പറയുന്നു. അത് കഴിഞ്ഞ് പോലീസ് മറ്റൊരു റൂമിൽ പോയി കോളിംഗ് ബെൽ അടിക്കുന്നു. എന്നാൽ ഡോർ തുറക്കുന്നില്ല. പോലീസ് കുറച്ചു നേരം ഡോർ തട്ടിയതിന് ശേഷമാണ് ഡോർ തുറക്കുന്നത്. ആ റൂമിൽ വേറെ ആരുമായിരുന്നില്ല. മൂവിയുടെ തുടക്കത്തിൽ കണ്ട ജോർജ് ആയിരുന്നു. പോലീസ് ജോർജിനോട് ഡോർ തുറക്കാൻ ലേറ്റ് ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഉറക്കത്തിലായിരുന്നു. ഇന്നലെ രാത്രിയിൽ പെയിന്റിംഗ് ചെയ്തിരുന്നത് കൊണ്ട് താമസിച്ചാണ് ഉറങ്ങിയത്. പോലീസ് വീണ്ടും ചോദിക്കുന്നു, അടുത്ത റൂമിലെ കപ്പിൾസിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, തലേന്ന് രാത്രി സ്റ്റെപ്പ് കയറി വരുമ്പോൾ അവൻ അവരുടെ റൂമിൽ എത്തി നോക്കിയതും റൂബിൻ ഡോർ വലിച്ചടച്ചതും ജോർജ് പോലീസിനോട് പറയുമ്പോൾ താഴെ കിടക്കുന്ന രക്തക്കറയും പിന്നെ ജോർജിന്റെ ടീഷർട്ടിലെ രക്തക്കറയും സാജന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മാത്രമല്ല അവന്റെ കൈയും മുറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കൈ എങ്ങനെ മുറിഞ്ഞെന്ന് സാജൻ അവനോട് ചോദിക്കുമ്പോൾ, ഇന്നലെ രാത്രി നടന്നത് എനിക്ക് ഓർമ്മയില്ലെന്ന് ജോർജ് മറുപടി നൽകി. ശേഷം സാജൻ മറ്റു ഓഫീസേഴ്സിനോട് പറയുന്നു ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെന്ന്. കാരണം അവന്റെ ബ്ലഡ് സാമ്പിൾ ചെക്ക് ചെയ്യാനായിരുന്നു പോലീസിന്റെ ഉദ്ദേശം. പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയെ പോലീസ് പോയി കാണുന്നു. എന്നാൽ അയാൾക്ക് തലയ്ക്കടിയേറ്റ് ബോധമില്ലാതെ കിടക്കുകയാണ്. സോ പോലീസിന് അയാളുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് തിരിച്ചു വരുന്ന വഴിയിൽ സാജൻ മറ്റു പോലീസുകാരോട് പറയുകയാണ്, കേട്ടിടത്തോളം റൂബിനും സ്നേഹിയും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു അവരുടേത്. മാത്രമല്ല നെയ്ബേഴ്സുമായും എന്തോ ഇഷ്യൂസ് ഉണ്ട്. സോ അവരെ രഹസ്യമായി വാച്ച് ചെയ്യുക. ഒരു പക്ഷെ അവരിൽ ആരുമാകാം കൊലയാളി.
അടുത്ത സീനിൽ കാണിക്കുന്നത് റൂബിന്റെ പേരൻസ് വന്ന് മകന്റെ ഡെഡ് ബോഡി കാണുന്നു. അവർ മകന്റെ ബോഡി കണ്ടിട്ട് തകർന്നു പോയി. അപ്പോൾ സാജൻ പേരൻസിനോട് ചോദിക്കുവാണ്, ഇതുപോലെ നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ, റൂബിന് ശത്രുക്കളുണ്ടോ? അപ്പോൾ അമ്മ പറയുകയാണ്, റൂബിന്റെയും സ്നേഹയുടെയും ലവ് മാരേജ് ആയിരുന്നു. സ്നേഹയുടെ വീട്ടുകാർക്ക് റൂബിനെ ഇഷ്ടമായിരുന്നില്ല. ഇവരുടെ കല്യാണത്തിന് മുമ്പേ ഗുണ്ടകളെ വിട്ട് റൂബിനെ തല്ലിപ്പിച്ചിരുന്നു. ഞങ്ങൾ അന്ന് തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഇത് കേട്ട് സാജൻ അവരെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്നിറങ്ങി മറ്റു പോലീസുകാരോട് റൂബിനെ അന്ന് തല്ലിയ ഗുണ്ടകളെ പറ്റി അന്വേഷിക്കാൻ പറയുന്നു. ആ സമയം സാജന് ഫോറൻസിക് ടീമിൽ നിന്ന് കോൾ വരുന്നു. അതനുസരിച്ച് അവൻ അവരെ കാണാനായി വരുന്നു. അപ്പോൾ അവർ പറയുന്നത്, സ്നേഹ കൊല ചെയ്യപ്പെട്ടിടത്ത് നിന്ന് ഒരു കത്തി കിട്ടിയില്ലേ, ആ കത്തിയിൽ ഉണ്ടായിരുന്ന രക്തം സ്നേഹയുടേതല്ല, ഒരു പക്ഷേ അത് കൊലയാളിയുടേതാകാം. അത് മാത്രമല്ല, ആ ഫ്ലോറിൽ നിന്ന് റൂബിന്റെയും രക്തം കിട്ടിയിരുന്നു. അപ്പോൾ റൂബിനെ ഇവിടെ വെച്ച് കൊന്നിട്ട് ബോഡി കണ്ടു കിട്ടിയെടുത്ത് കൊണ്ടിട്ടതാകാം. റൂബിൻ മരിച്ച് ഒരു അരമണിക്കൂറിന് ശേഷമാണ് സ്നേഹ മരിക്കുന്നത്. റൂബിന്റെ മരണ കാരണം തലയിലേറ്റ ഇരുമ്പ് കമ്പി കൊണ്ടുള്ള അടിയാണ്. സ്നേഹയുടെ കഴുത്തിൽ നഖത്തിന്റെ അടയാളം കണ്ടില്ലേ, അത് റൂബിന്റേതാണ്. മറ്റു സംശയിക്കാനുള്ളതൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഇതിനുശേഷം പോലീസ് ജോർജിനെ പൊക്കിയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. കത്തിയിൽ കണ്ട ബ്ലഡ് നിന്റേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സോ അന്ന് നടന്നത് തുറന്നു പറയാനെന്ന് സാജൻ അവനോട് ആവശ്യപ്പെടുമ്പോൾ ജോർജ് പറയുകയാണ്, അതെ സാർ, എന്റെ കൈ കൊണ്ടാണ് അവളെ കുത്തിക്കൊന്നത്. അപ്പോൾ സാജൻ എടുത്തു ചോദിക്കുന്നു, കുത്തിക്കൊന്നതാണോ അതോ കഴുത്തറുത്തു കൊന്നതാണോ? ജോർജ് വീണ്ടും, അതെ, ഞാൻ റൂമിലേക്ക് വരുമ്പോൾ ഇവരുടെ വഴക്ക് കേട്ടിരുന്നു. അതിനുശേഷം ഞാൻ റൂമിലെത്തിയിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്തതിന് ശേഷം പെയിന്റും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവിടെ ഇരുന്ന് ബഹളം. ദേഷ്യം വന്ന് ഞാൻ ഒരു കത്തിയും എടുത്ത് നേരെ അവളുടെ റൂമിൽ ചെന്നിട്ട് സ്നേഹയുടെ കഴുത്തറുത്തു കൊന്നു. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും സാജൻ ജോർജിനെ വെറുതെ വിടുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അസിസ്റ്റന്റ് പോലീസ് സാജനോട് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, അവനാണ് കൊന്നതെന്ന് തെളിയിക്കാൻ നമ്മുടെ കൈവശം ഒരു സ്ട്രോങ് എവിഡൻസും ഇല്ലല്ലോ. അത് മാത്രമല്ല, അവൻ പറയുന്നത് സത്യമാണോ എന്ന് അവന് പോലും അറിയില്ലായിരിക്കാം. കാരണം അവൻ ഡ്രഗ്സ് യൂസ് ചെയ്തത് കൊണ്ട് ഒരുപക്ഷെ അവന്റെ ഹാലുസിനേഷൻ ആവാം. നമുക്ക് അന്വേഷിക്കാം. തെളിവുകൾ അവനെതിരെയാണെങ്കിൽ നമുക്ക് അവനെ അറസ്റ്റ് ചെയ്യാം. സാജൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാർക്കിംഗ് ഏരിയയിലെ CCTV ക്യാമറ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അതിന്റെ ഫോട്ടേജ് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് സാജൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് സാജൻ പറഞ്ഞതനുസരിച്ച് റോബിനെ കല്യാണത്തിന് മുമ്പ് തല്ലിയ ആ 3 ഗുണ്ടകളെ പോലീസ് പിടികൂടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ആറഞ്ചം തല്ലിയിട്ട് പോലീസുകാർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് അവരെ കൊന്നത്? അപ്പോൾ അവന്മാർ പറയുന്നു, ഇല്ല സാർ, ഞങ്ങൾ കൊന്നിട്ടില്ല. സാജൻ വീണ്ടും ചോദിക്കുന്നു, 4 വർഷത്തിന് മുമ്പ് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ റോബിനെ തല്ലിയതെന്ന് ചോദിക്കുമ്പോൾ സ്നേഹയുമായുള്ള കല്യാണത്തിന് പിന്മാറാൻ വേണ്ടി സ്നേഹയുടെ ബ്രദർ പറഞ്ഞിട്ടാണ് തല്ലിയതെന്ന് അവന്മാർ ആൻസർ നൽകി. അത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ ആ പണി നിർത്തി ഇപ്പോൾ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ഇതനുസരിച്ച് സാജൻ സ്നേഹയുടെ വീട്ടിൽ പോയി അവളുടെ പേരൻസിനെയും ബ്രദറിനെയും വിസ്തരിക്കുമ്പോൾ അവർ അത് ശരിവെക്കുന്നു. കല്യാണത്തിന് മുമ്പ് ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഞങ്ങൾ അവളോട് ഒരുപാട് തവണ പറഞ്ഞതാണ്. അവന്റെ സ്വഭാവം തീരെ ശരിയല്ല. ഒരേ സമയം പല സ്ത്രീകളുമായി അവന് റിലേഷൻ ഉണ്ട്. ഈ കാര്യം സ്നേഹയോട് പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോൾ ഗുണ്ടകളെ വിട്ട് തല്ലിയതാണെന്ന് സ്നേഹയുടെ വീട്ടുകാർ സമ്മതിച്ചു. ശേഷം ഞങ്ങൾ വിളിക്കുമ്പോൾ സ്റ്റേഷനിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ട് സാജൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ഫ്ളാറ്റിലെ പാർക്കിംഗ് ഏരിയയിലെ CCTV ഫുട്ടേജ് പരിശോധിക്കുമ്പോൾ കപ്പിൾസ് മരിക്കുന്നതിന് കുറച്ചു മുമ്പായി ഒരു വാൻ വന്നിരുന്നു. അതിൽ നിന്ന് 2 പേര് ഇറങ്ങിപ്പോകുന്നു. കുറച്ചു കഴിഞ്ഞ് അവന്മാരാണെങ്കിൽ ഒരു ബോഡിയുമായി വന്നിട്ട് വാനിൽ കയറ്റി അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ആ 3 പേരെ കണ്ടെത്താനെന്ന് സാജൻ പോലീസുകാരോട് ആവശ്യപ്പെടുകയാണ്. അതേസമയം ആ 3 ഗുണ്ടകളെ കാണിക്കുകയാണ്. അവർക്കപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. വിളിച്ചിരിക്കുന്ന ആൾ പറയുന്നത്, പോലീസ് നിങ്ങളെ തേടി ഇറങ്ങിയിട്ടുണ്ട്, വേഗം മറ്റൊരു സേഫായ സ്ഥലത്തേക്ക് മാറുക. അങ്ങനെ അവർ വാനിൽ കയറി യാത്ര തിരിക്കുമ്പോൾ മറ്റൊരു ലോറി ഡ്രൈവറിന് ഫോൺ കോൾ വരുന്നു. ഇതുപോലെ അവർ 3 പേരും യാത്ര തിരിച്ചിട്ടുണ്ട്, പറഞ്ഞതുപോലെ ചെയ്യാനെന്ന് ലോറി ഡ്രൈവറിനെ വിളിച്ചിരിക്കുന്ന ആൾ പറയുന്നു. താമസിക്കാതെ ആ ലോറി വാനിലിടിച്ചിട്ട് മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. ആ ആക്സിഡന്റിൽ 2 പേർ സ്പോട്ടിൽ മരിക്കുന്നു. 3-മനെ അവിടെ കാണുന്നില്ല. ഒരുപക്ഷെ അവിടെ നിന്ന് ഓടിപ്പോയതാകാം. ആ ടൈം തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തി. എന്നിരുന്നാലും കൊലയാളി അലേർട്ടാണെന്ന് പോലീസിന് മനസ്സിലായി. അപ്പോഴാണ് മരിച്ചുപോയ ഒരു ഗുണ്ടയുടെ ഫോൺ പോലീസിന് കിട്ടുന്നത്. പോലീസ് ഈ ഫോൺ ഉടനെ ഷോപ്പിൽ കൊണ്ടുപോയി അതിന്റെ ഡിസ്പ്ലേ മാറിയിട്ട് അൺലോക്ക് ചെയ്തു. എന്നിട്ട് ആ ഫോൺ ഓൺ ആക്കി നോക്കുമ്പോൾ ആ പോലീസുകാരനാണെങ്കിൽ ഷോക്കായി നിൽക്കുകയാണ്. മറുവശത്ത് ACP ആണെങ്കിൽ കുറ്റവാളികളെ ഇതുവരെ കണ്ടെത്താത്തതിൽ സാജന് നേരെ ഷൗട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് സാജനൊരു ഫോൺ കോൾ വരുന്നു. ഇതുപോലെ നമുക്ക് സോളിഡ് എവിഡൻസ് കിട്ടിയിട്ടുണ്ടെന്ന് ഷോപ്പിൽ പോയ പോലീസുകാരൻ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താനെന്ന് സാജൻ പറഞ്ഞതനുസരിച്ച് ആ പോലീസുകാരൻ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലെത്തി. എന്നിട്ട് ആ ഫോണിലുണ്ടായിരുന്ന വീഡിയോ ACPയെയും സാജനെയും കാണിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ജോൺ സ്നേഹിക്ക് നേരെ കത്തി നീട്ടിയിട്ട് ഇനി ഇവിടെ ബഹളമുണ്ടാക്കരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ആരോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ACP വളരെ ഹാപ്പിയായി. ഇത് സോളിഡ് എവിഡൻസ് ആണ്, ഉടനെ അവനെ അറസ്റ്റ് ചെയ്യുക. എന്നാൽ സാജൻ പറയുന്നത് അവൻ കൊല്ലുന്നതായി ഈ വീഡിയോയിലില്ലല്ലോ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എങ്ങനെ അവനാണെന്ന് കൺഫേം ആക്കും? ഇത് കേട്ട് ACP അവൻ തന്നെയാണ് കൊന്നത്. ഇത് കണ്ടിട്ടും തനിക്ക് മനസ്സിലാകുന്നില്ലേ? നാളെ മീഡിയ വിളിച്ചിട്ട് കൊലയാളി ആരാണെന്ന് വ്യക്തമാക്കണം. അങ്ങനെ അടുത്ത ദിവസം പോലീസ് പ്രസ് മീറ്റ് നടത്തി. എന്നിട്ട് കൊലയാളി ജോർജ് ആണെന്ന് DYSP മീഡിയയ്ക്ക് മുമ്പിൽ കൺഫേം ആക്കുന്നു.
എന്നാൽ സാജന് ഇതിന് പിന്നിൽ മറ്റോ ആരോ ആണെന്നുള്ള സംശയമുള്ളതായി അവന്റെ മുഖത്ത് പ്രകടമാകും. അപ്പോൾ ഈ കാര്യം സാജൻ വീട്ടിൽ വരുമ്പോൾ വൈഫിനോട് പറയുന്നു. വൈഫ് ചോദിക്കുന്നു, ജോർജ് അല്ലാന്ന് നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് വരാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ സാജൻ പറയുന്നു, ആ വീഡിയോയിൽ അവൻ കത്തിയും പിടിച്ച് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ കൊല്ലുന്ന സീനില്ല. മാത്രമല്ല അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മറ്റൊരാളെടുത്ത് ഇതുമാതിരി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജോർജ് ആരോടാണോ സംസാരിച്ചത് ആ വ്യക്തിയും ഈ ഡെഡ് ബോഡി കാണാനിടയായിട്ടുണ്ട്. എന്നാൽ അയാൾ പോലീസിന് ഈ വിവരം അറിയിച്ചില്ല. കാരണം ഒരു പക്ഷേ അയാളായിരിക്കും കൊലയാളി എന്ന് പറയുമ്പോൾ സാജന്റെ വൈഫും അതിനാണ് സാധ്യതയെന്ന് പറയുന്നു. ശേഷം സാജൻ പോലീസിനെ വിളിച്ചിട്ട് റൂബിന്റെയും സ്നേഹയുടെയും കാൾ ഹിസ്റ്ററി എത്രയും പെട്ടെന്ന് എടുക്കാനെന്ന് ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് റൂബിന്റെ കാൾ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ആ ഫ്ളാറ്റിലുണ്ടായിരുന്ന പല സ്ത്രീകളുമായി അവന് അവിഹിത ബന്ധമുണ്ടായിരുന്നെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ അടുത്ത ദിവസം പോലീസ് ആ സ്ത്രീകളെയും ഓരോരുത്തരെയും വിസ്തരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ നെയ്ബറായ ഒരു പെൺകുട്ടി പറയുന്നത്, ഞാനും റൂബിനും തമ്മിൽ അത്തരമൊരു ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ഞങ്ങളുടെ ഇൻറ്റിമേറ്റ് ഫോട്ടോസ് ആരോ എൻ്റെ കാറിൽ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം ഞാനും റൂബിനുമായി ഒരു ബന്ധവുമില്ല. ഞാൻ അവൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഇതിനുശേഷം സാജനാണെങ്കിൽ റൂബിൻ്റെ നെയ്ബറായ ഫൈസലിൻ്റെ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് ഫൈസലിൻ്റെ വൈഫിനോട്, റൂബിനുമായി നിങ്ങൾ എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് ആരും നിന്നെങ്കിലും ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും കുറേ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫൈസൽ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൈവശം എന്തെങ്കിലും സോളിഡ് എവിഡൻസ് ഉണ്ടോ? ഇല്ലല്ലോ, അതിനുശേഷം മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക. എന്നാൽ അതിനു മുമ്പായി ഞാൻ നിങ്ങൾക്ക് സോളിഡ് എവിഡൻസ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഫൈസൽ ഒരു വീഡിയോ കാണിക്കുന്നു. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫൈസലിന്റെ കുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് ഫൈസൽ വീഡിയോ എടുക്കുമ്പോൾ സ്നേഹയുടെ കൂടെ സാജൻ അവളുടെ റൂമിലേക്ക് കയറി പോകുന്നത് ആ വീഡിയോയിൽ കാണുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എന്താണെന്ന് ഫൈസൽ തിരിച്ചു ചോദിക്കുമ്പോൾ സാജൻ ആൻസർ ഇല്ലാതെ സൈലന്റ് ആയിരിക്കുന്നു. ശേഷം ഈ വീഡിയോ ഫൈസൽ മീഡിയയ്ക്ക് കൊടുക്കുകയാണ്. താമസിക്കാതെ ഈ വീഡിയോ വൈറലാവുകയാണ്. മരിച്ച സ്നേഹയുമായി സാജന് എന്ത് റിലേഷനാണുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഉറപ്പായും ഈ കേസിനെ അത് ബാധിക്കും. മിനിസ്റ്ററിന്റെ പിടിപ്പുകേട മിനിസ്റ്റർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഓപ്പോസിറ്റ് പാർട്ടിയുടെ സ്ട്രൈക്ക് ഒരു വശത്ത്. അപ്പോൾ മുകളിൽ നിന്നുള്ള പ്രഷർ കാരണം DGP സാജനെ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നിങ്ങളും ആ മരിച്ച സ്നേഹിയും തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് ചോദിക്കുമ്പോൾ സാജൻ പറയുകയാണ്, അത് സാർ, സ്നേഹ മരിക്കുന്നതിന് 1 മാസം മുമ്പ് അവൾ റൂബിന്റെ ഇല്ലീഗൽ റിലേഷനെതിരെ എനിക്കൊരു കംപ്ലൈന്റ് തന്നിരുന്നു. അപ്പോൾ അത് അന്വേഷിക്കാനാണ് ഞാൻ അന്ന് ആ ഫ്ലാറ്റിൽ പോയത്. എന്റെ കൂടെ ഒരു വനിതാ പോലീസും ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഫയൽ എടുക്കാൻ താഴെ പോയത് കൊണ്ടാണ് ആ വീഡിയോയിൽ പെടാഞ്ഞതെന്ന് സാജൻ DGPയോട് പറയുന്നു. അപ്പോൾ DGP വീണ്ടും ഈ കേസ് എന്തായെന്ന് ചോദിക്കുമ്പോൾ ആ ഫ്ലാറ്റിലുള്ള ആരോ ആണ് കൊലയാളി, ഞാൻ ഉടനെ കൊലയാളിയെ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് സാജൻ അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് പോലീസ് ഫൈസലിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അവനെ പോതിരെ തല്ലുമ്പോൾ സാജൻ പോലീസിനെ തടഞ്ഞിട്ട് താൻ എന്തിനാണ് അന്ന് സ്നേഹയെ കാണാൻ പോയതെന്ന് പറയുന്നു. അതായത് റൂബിനും മറ്റു സ്ത്രീകളുമായുള്ള ഇന്റിമേറ്റ് ഫോട്ടോസ് സ്നേഹയുടെ കാറിൽ ആരോ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇത് കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത് ഒരുപക്ഷെ കൊലയാളിയായിരിക്കും. ചിലപ്പോൾ ആ കൊലയാളിയുടെ ലക്ഷ്യം റൂബിനുമായി ഇല്ലീഗൽ റിലേഷൻ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ ഹസ്ബൻഡിന് ഇമാതിരി ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് കൊല്ലിക്കാനായിരിക്കാം. അതറിയാനാണ് ഞാൻ അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിച്ചതെന്ന് പറയുമ്പോൾ ഫൈസൽ പറയുന്നു, അതെ സാർ, എനിക്കും വന്നിരുന്നു എൻ്റെ ഭാര്യയും റൂബിനും തമ്മിലുള്ള ഇന്റിമേറ്റ് ഫോട്ടോസ് ഒക്കെ. അങ്ങനെ ഫൈസലിനോട് എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് സാജൻ വീണ്ടും ജോർജിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ജോർജ്, നീ അല്ല സ്നേഹയെ കൊന്നതെന്ന് എനിക്കറിയാം. അന്ന് ശരിക്കും നടന്നത് എന്താണെന്ന് സാജൻ ചോദിക്കുമ്പോൾ ജോർജ് പറയുന്നു, സാർ, ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ സാജനാണെങ്കിൽ സ്നേഹയെ ജോർജ് ഭീഷണിപ്പെടുത്തുന്ന ആ വീഡിയോ അവനെ കാണിച്ചിട്ട്, നീ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആരുടെ നേരെയാണ് ഷൗട്ട് ചെയ്തതെന്ന് സാജൻ ചോദിക്കുന്നു. ജോർജ് പറയുകയാണ്, സാർ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പോലും ഓർമ്മയില്ല. അപ്പോൾ സാജൻ, നീ അത് ഓർത്തെടുത്താൽ ഉറപ്പായും നിനക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ ഈ തെളിവുകൾ വെച്ച് നീ ആയിരിക്കും പെടാൻ പോകുന്നതെന്ന് സാജൻ പറയുമ്പോഴും ജോർജ് പറയുന്നത്, സാർ, എനിക്ക് ഓർമ്മയില്ല സാർ, സോറി. ഇതേ സമയം ഒരു അസിസ്റ്റന്റ് പോലീസ് സാജനെ വിളിച്ചിട്ട് പറയുകയാണ്, ഫൈസലിന് ഫോട്ടോസ് വാട്സാപ്പ് ചെയ്ത ആ നമ്പർ ഞങ്ങൾ ട്രേസ് ചെയ്തു, അത് 2 ഗുണ്ടകളുടേതാണെന്ന് പറയുമ്പോൾ സാജൻ അവരെ പൊക്കാനെന്ന് അസിസ്റ്റന്റിനോട് പറയുന്നു. അതനുസരിച്ച് ആ ഗുണ്ടകളെ പോലീസ് പൊക്കി സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവർ പറയുന്നത്, സാർ, ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല, ഈ നമ്പർ ഞങ്ങളുടേതാണ്, പക്ഷെ ഞങ്ങൾ ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല ഞങ്ങൾ ഗുണ്ടാപ്പണി നിർത്തിയിട്ട് മാന്യമായി ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോഴത്തേക്കും അസിസ്റ്റന്റ് ഈ നമ്പറിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ട് സാജനോട് പറയുകയാണ്, സാർ, ഇവർ പറയുന്നത് ശരിയാണ്, മറ്റോ ആരോ ആണ് ഇവരുടെ നമ്പർ വെച്ച് ദുരുപയോഗം ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പേര് തെറ്റില്ലാത്തതിനാൽ സാജൻ ആ ഗുണ്ടകളെ പറഞ്ഞുവിടുന്നു. അങ്ങനെ ഒരു എവിഡൻസും ഇല്ലാതെ ഈ കേസ് ആകെ കുഴങ്ങി മറിഞ്ഞി ഇരിക്കുകയാണ്. ഇതിനിടെ സാജൻ വീണ്ടും ആ CCTV ഫുട്ടേജ് കണ്ടിട്ട് അസിസ്റ്റന്റിനോട് പറയുകയാണ്, ഈ വീഡിയോ എഡിറ്റ് ചെയ്തതാണ്. അതായത് കുറച്ച് സമയത്തെ ഫോട്ടേജ് ഇതിൽ കാണുന്നില്ല. ആ ഗുണ്ടകൾ വന്ന വാൻ വന്നപ്പോഴൊന്നും അവിടെ എങ്ങും ഒരു വൈറ്റ് കാർ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗുണ്ടകൾ ഡെഡ് ബോഡിയെ എടുത്തിട്ട് അവിടെ നിന്ന് പോയ ഉടനെ അവിടെ ഒരു വൈറ്റ് കാർ പ്രത്യക്ഷപ്പെടുന്നു. ഈ കാർ വരുന്നതും പോകുന്നതും ഒന്നും ഈ ഫുട്ടേജിൽ കാണുന്നില്ല. അപ്പോൾ ഉറപ്പായും ആരോ നമുക്ക് മുന്നേ കണ്ടു, അവരത് എഡിറ്റ് ചെയ്യുകയും ചെയ്തു.
ആ കാറിലുണ്ടായിരുന്ന ആൾ തന്നെയാണ് യഥാർത്ഥ കൊലയാളി. ശേഷം പോലീസ് ആദ്യം ഈ CCTV ഫുട്ടേജ് കാണിച്ച ആ ആളിനെ പോക്കിയിട്ട് നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നീ തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് സാജൻ ആവശ്യപ്പെടുമ്പോൾ അവൻ അതാരാണെന്ന് പറയുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് പോലീസ് കിരണിനെ പൊക്കി നേരെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് സാജൻ അവനോട് ചോദിക്കുവാണ്, നീ എന്തിനു വേണ്ടിയാണ് റോബിനെയും സ്നേഹയും കൊന്നത്? അഥവാ നീ കൊന്നില്ലെന്ന് പറയുകയാണെങ്കിൽ നീ ആർക്ക് വേണ്ടിയാണ് ആ ഫുട്ടേജ് എഡിറ്റ് ചെയ്തത്? ഇങ്ങനെയെല്ലാം ചോദിക്കുമ്പോൾ കിരൺ പറയുന്നു, എനിക്ക് കോളേജിൽ പഠിക്കുമ്പോഴേ സ്നേഹയെ ഇഷ്ടമായിരുന്നു, എന്നാൽ അവൾക്ക് റൂബിനെ ആയിരുന്നു ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞില്ല. കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വിവാഹിതരായി. അതെൻ്റെ മനസ്സിനെ ആകെ തകർത്തു. ഞാൻ ഡിപ്രഷൻ സ്റ്റേജ് വരെ എത്തി. പിന്നീട് എൻ്റെ വിവാഹത്തിന് ശേഷമാണ് ജീവിക്കാൻ പോലും തോന്നി തുടങ്ങിയത്. അങ്ങനെ ഞാൻ എൻ്റെ വൈഫുമൊത്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്നേഹ അടുത്ത അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാനായി വരുന്നു. താമസിക്കാതെ ഇവരുടെ ലൈഫ് അത്ര സുഖത്തിലല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അവർ തമ്മിൽ ഓരോ തവണ വഴക്കിടുമ്പോഴും അവൾ എന്നോട് മാത്രമാണ് പറയുന്നത്. അപ്പോഴൊക്കെ ഞാനാണ് അവളെ സമാധാനപ്പെടുത്തുന്നത്. പതിയെ എനിക്ക് മനസ്സിലായി എനിക്ക് അവളോട് പിരിയാൻ പറ്റാത്ത അത്രയും സ്നേഹമുണ്ടെന്ന്. അങ്ങനെ ഞാൻ അവളുമായി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ആ ക്രൈം നടക്കുന്ന ആ ദിവസം സ്നേഹിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. കാരണം റൂബിന് ഒരുപാട് കടമുണ്ട്. അപ്പോൾ ആ കടം തീർക്കാൻ വേണ്ടി സ്നേഹ സെക്സ് വർക്ക് ചെയ്യണമെന്ന് റൂബിൻ ആവശ്യപ്പെട്ടു. റൂബിൻ അതുവരെ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും അവൾ ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ അവൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു തെറ്റായിരുന്നു അവളോട് അവൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലണമെന്നായിരുന്നു അവളുടെ തീരുമാനം. സ്നേഹിക്ക് വേണ്ടി കിരൺ എന്തിനും തയ്യാറാണ്. അങ്ങനെ അന്ന് രാത്രി റൂബിനെ കൊല്ലാനായി അവർ രണ്ടുപേരും പ്ലാൻ ഇടുന്നു. രാത്രിയിൽ ജോലി കഴിഞ്ഞ് റൂബിൻ വീട്ടിൽ വരുമ്പോൾ സ്നേഹയുടെ എന്തായി ഞാൻ പറഞ്ഞത് ആലോചിച്ചോ, ഇന്ന് രാത്രി അവൻ്റെ അടുത്തേക്ക് പോകാമോ എന്ന് ചോദിക്കുമ്പോൾ സ്നേഹ ഇല്ല, ഞാൻ അത് ചെയ്യില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജോർജ് എത്തി നോക്കിയതും റൂബിൻ അവന് നേരെ ഷൗട്ട് ചെയ്തിട്ട് ഡോർ വലിച്ചടച്ചതും. ഇതിനുശേഷം റൂബിൻ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് വീണ്ടും അവനോടൊപ്പം പോകണം. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതാണ്. ഇത് കേട്ടപ്പോൾ സ്നേഹ പറയുന്നു, നിനക്ക് ഒരുപാട് പെമ്പിള്ളാരുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരുത്തിയെ കൊണ്ട് കൊടുക്കാൻ പറയുമ്പോൾ റൂബിൻ അവളെ അടിക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടെ റൂബിൻ വളരെ ടയേർഡായി സെറ്റിയിലേക്ക് വീണു. കാരണം അവൻ കുടിച്ച ഡ്രിങ്ക്സിൽ കിരണും സ്നേഹയും കൂടി ചേർന്ന് ഡ്രഗ്സ് കലർത്തിയിരുന്നു. അപ്പോഴേക്കും കിരൺ അവിടേക്ക് ഓടി വന്നിട്ട് ഞാൻ കാർ എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ റൂബിൻ ചാടി എഴുന്നേറ്റ് സ്നേഹയുടെ കഴുത്തിനിറുക്കി. ഞാനില്ലാത്തപ്പോൾ ഇവനെ റൂമിൽ പിടിച്ച് കയറ്റുന്നു. ഇത് പറഞ്ഞിട്ട് വീണ്ടും അവളെ നിൽക്കുമ്പോൾ കിരൺ പെട്ടെന്ന് ഒരു ഫ്ലവർ സ്റ്റാൻഡ് എടുത്ത് റൂബിന്റെ തലയ്ക്കടിച്ചു. എന്നിട്ട് കാർ എടുക്കാനായി അവൻ താഴേക്ക് പോകുന്നു. ശേഷം അവൻ തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് ജോർജ് അവനെ നേരെ ഷൗട്ട് ചെയ്തത്. അങ്ങനെ ജോർജ് അവിടെ നിന്ന് പോയി കഴിഞ്ഞ് അവൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ സ്നേഹ കൊല്ലപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അവൻ വേഗം അവിടെ നിന്ന് ഓടിപ്പോയി കാർ മാറ്റി പാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഫ്രണ്ടിന്റെ സഹായത്തോടെ ഫുട്ടേജ് എഡിറ്റ് ചെയ്തതാണെന്ന് കിരൺ പോലീസിനോട് പറയുന്നു. അപ്പോൾ ഇവിടെ ആരാണ് യഥാർത്ഥ കൊലയാളി എന്നാണ് പോലീസിന് മനസ്സിലാകാത്തത്. നമ്മുടെ ലിസ്റ്റിലില്ലാത്ത ആളായിരിക്കാം ഇത് ചെയ്തത്. മാത്രമല്ല കിരൺ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആ വ്യക്തിക്ക് സ്നേഹയുടെ വൈരാഗ്യമുണ്ട്. സോ നമ്മൾ ആ രീതിയിൽ ഇനി ചിന്തിക്കണം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കിരണിന്റെ വൈഫ് കിരണിനെ ജാമ്യത്തിലിറക്കാനായി സ്റ്റേഷനിൽ വരുന്നത്. അപ്പോൾ സാജൻ പറയുന്നത് കിരണിനെ ജാമ്യത്തിലിറക്കാൻ കഴിയില്ല, അവനാണ് കൊലയാളി. സോ അവനെ കോർട്ടിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ കിരണിന്റെ വൈഫ് പറയുന്നു, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാ ഹസ്ബൻഡിനും ഒരു പ്രശ്നമുണ്ട്. തൻ്റെ വൈഫിനെ എക്സ് ഗേൾഫ്രണ്ടുമായി കമ്പയർ ചെയ്യും. അത് തെറ്റല്ലേ? ആദ്യമൊക്കെ ഞാനത് തമാശയായി എടുത്തു. എന്നാൽ സ്നേഹ ഈ ഫ്ലാറ്റിലേക്ക് താമസിക്കാനായി വന്നതിന് ശേഷം അവൾക്ക് എന്ത് പ്രശ്നം വന്നാലും കിരൺ ഓടിപ്പോയി അവളെ സമാധാനിപ്പിക്കും. അവളുമായി സമയം ചെലവഴിക്കാനാണ് അവനിഷ്ടം. അവൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അവളാണ്. എനിക്ക് അവളുടെ പേര് കേൾക്കുന്നതേ ചോർച്ചിലാണ്. അങ്ങനെ നല്ലൊരു ടൈം കാത്ത് അവളെ കൊല്ലാനായി ഞാൻ വെയിറ്റ് ചെയ്തു. ആ ക്രൈം നടക്കുന്ന അന്ന് രാത്രി അവളെ കൊല്ലാനായി ഞാൻ വരുമ്പോൾ കിരൺ പെട്ടെന്ന് ആ റൂമിൽ നിന്ന് ഓടിപ്പോകുന്നത് കണ്ടു. പിന്നാലെ കുറച്ചു പേർ ചേർന്ന് റൂബിന്റെ ബോഡിയും എടുത്തുകൊണ്ടു പോകുന്നു. ആ ടൈമിൽ സ്നേഹ തനിച്ചാണ് റൂമിലെന്ന് മനസ്സിലാക്കി റൂമിൽ ചെന്നിട്ട് അവളെ കഴുത്തറുത്തു കൊന്നു. അന്നേരം ആരോ വരുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാൻ അവിടെ തന്നെ മറഞ്ഞു നിന്ന് നോക്കുമ്പോൾ അത് ജോർജ് ആയിരുന്നു. അങ്ങനെ അവൻ പോയതിനു ശേഷം പിന്നാലെ കിരണം വന്ന് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. അതിനുശേഷമാണ് ഞാൻ അവിടെ നിന്ന് പോയതെന്ന് അവൾ സാജനോട് പറയുന്നു. ഇവളെ സംശയം തോന്നിയത് കൊണ്ടാണ് സാജൻ കിരണാണ് പ്രതിയെന്ന് കിരണിന്റെ വൈഫിനോട് പറഞ്ഞത്. കാരണം അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി. ഇതിനുശേഷം സാജൻ ഈ ക്രൈമിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി നേരെ DGPയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ DGP പറയുന്നത് സ്നേഹയെ കൊന്നത് കിരണിന്റെ വൈഫാണ്. അങ്ങനെയാണെങ്കിൽ റൂബിനെ കൊന്നതാരാണെന്ന് ചോദിക്കുമ്പോൾ അതും ആ ഫയലിലുണ്ടെന്ന് സാജൻ പറയുന്നു. ഉടനെ DGP ആ പേജ് മറിച്ച് നോക്കുമ്പോൾ ഷോക്കായി. എന്നിട്ട് ചോദിക്കുവാണ്, നിങ്ങൾ അന്വേഷിച്ചിട്ട് തന്നെയാണോ ഇതൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്? അപ്പോൾ സാജൻ പറയുന്നു, അതെ സാർ, അതിന് എൻ്റെ കൈവശം സോളിഡ് എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആക്സിഡന്റിൽ ആ 3 പേരിൽ നിന്ന് ഒരാൾ ഓടിപ്പോയില്ലേ, ആ അയാളെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. ഈ 3 ഗുണ്ടകളും കൂടി ചേർന്ന് റോബിനെ അവൻ്റെ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി നന്നായി അടിച്ച് ഇടിച്ചാണ് കൊന്നത്. ഇവർക്ക് ഈ കൊട്ടേഷൻ കൊടുത്തത് ACP ആയിരുന്നു.
ഈ 3 ഗുണ്ടകളെയും പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ACP മറ്റൊരാളിനെ വെച്ച് അവന്മാരെ കൊല്ലുന്നു. എന്നാൽ ആ ആക്സിഡന്റിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടെന്ന് ACP മനസ്സിലാക്കി അവനെയും കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓടിപ്പോയ ഗുണ്ട പോലീസിന്റെ കയ്യിൽ പെട്ടു. അങ്ങനെ ഗുണ്ടയിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞ സാജൻ ACP പോയി കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ACP പറയുകയാണ്, റൂബിൻ വുമണൈസ്ഡ് ആണ്. അവന് എൻ്റെ ഭാര്യയുമായി അഫെയർ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു ദിവസം കാണുകയുണ്ടായി. അന്ന് തന്നെ ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു. റൂബിനെ അപ്പോൾ കൊന്നാൽ ഞാൻ പിടിക്കപ്പെടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നല്ലൊരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തു. എന്നിട്ട് റൂബിനുമായി അഫെയർ ഉള്ള പലരുടെയും വീട്ടിലേക്ക് ഇൻറ്റിമേറ്റ് ഫോട്ടോസ്, വീഡിയോസ് അങ്ങനെയൊക്കെ കൊറിയർ ചെയ്തു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ അവരാരും അവനെ കൊന്നില്ല. അതുകൊണ്ട് ഒടുവിൽ ACP തന്നെ ആ കൃത്യം ചെയ്തു. അങ്ങനെ സ്നേഹയെ കൊന്നത് കിരണിന്റെ വൈഫും റൂബിനെ കൊന്നത് ACP ആണെന്നും പുറം ലോകം അറിയുന്നു. എന്നാൽ ACP ഒളിവിലാണെന്നും അദ്ദേഹത്തെ ഇതുവരെ കണ്ടെത്താനായില്ലെന്നാണ് ന്യൂസിൽ പറയുന്നത്. അപ്പോൾ ഈ ന്യൂസ് ചിരിച്ചുകൊണ്ടാണ് സാജൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ സാജൻ ACPയുമായി സംസാരിച്ചിട്ട് തിരികെ നടക്കുമ്പോൾ ACP അവന്റെ തലയ്ക്ക് നേർക്ക് ഗൺ ചൂണ്ടിയിട്ട് എന്നെ ഒറ്റുകൊടുത്ത നിന്നെ ഞാൻ കൊല്ലും. അപ്പോൾ സാജൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നു. ഇവിടെ ACP ഒളിവിൽ പോകാൻ സഹായിച്ചത് സാജനാണെന്ന് ഈ ഒരു സീനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ സീൻ അവിടെ കട്ടായിട്ട് പ്രസന്റ് സാജന്റെ വൈഫ് ചോദിക്കുകയാണ്, ACP തിരികെ വന്ന് ആരെയൊക്കെയാണോ ഇനി കൊല്ലാൻ പോകുന്നത്? ഇത് പറയുമ്പോൾ സാജൻ പറയുകയാണെങ്കിൽ അവൻ വരട്ടെ, നമുക്ക് നോക്കാം. ഇതോടുകൂടി ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.